നമസ്കാരം, ഞാൻ അമൃത പടിക്കാൽ. എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. കേരളം ഇനി വീടി നയിക്കും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട്, കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽജിയോടും ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുക. വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് വി ഡി സതീശനെ പ്രഖ്യാപിച്ചത്. പുതിയ കേരളം സൃഷ്ടിക്കാൻ കഠിനാധ്വാനം ചെയ്യുമെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു. തിങ്കളാഴ്ചയായിരിക്കും വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. 11 ദിവസത്തെ കാത്തിരിപ്പ്, രാഷ്ട്രീയ നാടകങ്ങളും മാരത്തൺ ചർച്ചകളും. ആകാംക്ഷകൾക്കൊടുവിൽ വി ഡി സതീശൻ നയിക്കുമെന്ന ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് പ്രഖ്യാപനം. Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. Thank you so much. സുപ്രധാന പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് എറണാകുളത്ത് നിന്ന് വി ഡി സതീശൻ തിരുവനന്തപുരത്തെത്തിയത്. രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിന്റെയും പേരെടുത്തു പറഞ്ഞാണ് നേതൃത്വത്തിന് വി ഡി സതീശൻ നന്ദി പറഞ്ഞത്. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്. ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ഏകോപിപ്പിച്ച് നടത്തിയത് പ്രിയങ്കരനായ അതിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ്. ഇതിന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെയും പങ്കുണ്ട്. എന്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഉച്ചയോടെ KPCC ആസ്ഥാനത്തെത്തിയ വി ഡി സതീശന് വൻ വരവേൽപ്പ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ സതീശനെ സ്വീകരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും പ്രഖ്യാപനത്തിന് മുൻപ് നേതൃത്വം തീരുമാനമറിയിച്ചു. തിങ്കളാഴ്ചയാകും വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ആരൊക്കെ മന്ത്രിസഭയിലുണ്ടാകുമെന്നതിലാണ് ഇനി ആകാംക്ഷ. നീണ്ട 10 ദിവസത്തെ കാത്തിരിപ്പിന് അറുതിയായി. 11ാം നാൾ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് ഹൈക്കമാൻഡ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. വിനീത VG 24 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ ഉജ്ജ്വല വിജയത്തിൽ OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി ജിദ്ദയിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. രാഷ്ട്രീയ ഗാനങ്ങൾ പാടിയും മധുരം പങ്കിട്ടുമായിരുന്നു ആഘോഷം. പ്രമുഖ ഗായകർ അണിനിരുന്ന സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. ചടങ്ങിൽ OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാറക്കൽ അധ്യക്ഷനായി. മുതിർന്ന OICC നേതാവ് ചെമ്പൻ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. ഇക്ബാൽ പൊക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. ഹജ്ജ് തീർത്ഥാടകരുടെ നീക്കം സുഗമമാക്കുന്നതിന് കർശന നിയന്ത്രണങ്ങളുമായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. തീർത്ഥാടകരെ ഗ്രൂപ്പുകളായി തിരിച്ചും കർമ്മങ്ങൾക്ക് സമയം നിശ്ചയിച്ചും യാത്രാസമയങ്ങളിൽ കൃത്യത വരുത്തിയും തിരക്ക് നിയന്ത്രിക്കാനാണ് പുതിയ പദ്ധതി. നിയമലംഘനം നടത്തുന്ന ട്രാൻസ്പോർട്ട് കമ്പനികൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഹജ്ജ് കർമ്മങ്ങൾ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനായി വിപുലമായ കർമ്മ പദ്ധതിയാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തീർത്ഥാടകരെ ഗ്രൂപ്പുകളായി തിരിക്കും. 188 തീർത്ഥാടകർ വീതമുള്ള 5 ബാച്ചുകളെ ഒരു ഗ്രൂപ്പായി മാറ്റും. അതായത് ഒരു ഗ്രൂപ്പിൽ പരമാവധി 940 പേരെ മാത്രമേ ഉൾപ്പെടുത്താൻ അനുവാദമുള്ളൂ. ഈ ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിനായി പ്രത്യേക ഫീൽഡ് ഉദ്യോഗസ്ഥരെ മന്ത്രാലയം ചുമതലപ്പെടുത്തി. കർമ്മങ്ങൾ സുഗമമായി നിർവഹിക്കാൻ ഈ ഗ്രൂപ്പ് സംവിധാനം പ്രയോജനപ്പെടും. ഗതാഗത മേഖലയിലെ നിബന്ധനകളാണ് മറ്റൊരു മാറ്റം.
മക്കയിൽ നിന്ന് ജിദ്ദ വിമാനത്താവളത്തിലേക്കുള്ള യാത്രകൾ വിമാനം പുറപ്പെടുന്നതിന് 9 മണിക്കൂർ മുമ്പ് ആരംഭിക്കുന്നത് നിയമലംഘനമായി കണക്കാക്കും. രാത്രി 11 മണി മുതൽ പുലർച്ചെ 7 മണി വരെയുള്ള സമയങ്ങളിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തീർത്ഥാടകരുമായി ബസ് സർവീസ് നടത്തുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. മീനായിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി 50% തീർത്ഥാടകരെ ദുൽഹജ്ജ് 13 വരെ അവിടെ തന്നെ താമസിപ്പിക്കാൻ കമ്പനികൾ നടപടി സ്വീകരിക്കണം. ഹറമൈൻ ട്രെയിൻ സ്റ്റേഷനുകളിലേക്കുള്ള യാത്രയിൽ 1 മണിക്കൂറിൽ കൂടുതൽ വൈകുന്നത് ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കും. ബസ്സുകളിൽ നിർബന്ധമായും ഗൈഡുമാരും ഫീൽഡ് സൂപ്പർവൈസർമാരും ഉണ്ടായിരിക്കണം. ജംറകളിലെ കല്ലേർ കർമ്മത്തിനും മഷായിർ ട്രെയിൻ സ്റ്റേഷനുകളിലേക്കും നിശ്ചയിച്ചിട്ടുള്ള സമയക്രമം കർശനമായി പാലിക്കണമെന്നും നിയമങ്ങൾ ലംഘിക്കുന്ന ഏജൻസികൾക്കെതിരെ കടുത്ത പിഴയും നിയമ നടപടിയും ഉണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 24 ജിദ്ദ. ഇത്തവണത്തെ ഹജ്ജിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സൗദി ഹജ്ജുംറ മന്ത്രാലയം നടത്തിയിരിക്കുന്നത്. തീർത്ഥാടകർക്ക് മുൻവർഷങ്ങളെക്കാൾ മികച്ച സൌകര്യങ്ങളാണ് ഒരുക്കിയത്. അനുമതി പത്രമില്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച നിരവധി പേർ പിടിയിലായി. കഴിഞ്ഞ ഹജ്ജ് സീസൺ അവസാനിച്ച ഉടൻ തന്നെ ഈ വർഷത്തെ ഹജ്ജ് ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നതായി സൗദി ഹജ്ജുംറ മന്ത്രി തൗഫീഖ് അൽ റബി പറഞ്ഞു. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് 8,60,000 തീർത്ഥാടകർ സൗദിയിലെത്തി. ഇതിൽ 8.2 ലക്ഷം പേർ വിമാനം വഴിയും 35,000 പേർ കരമാർഗവും 4,000 പേർ കടൽമാർഗവുമാണ് ഹജ്ജിനെത്തിയത്. ഹജ്ജ് വിത്തൌട്ട് ബാഗേജ് എന്ന പദ്ധതി വഴി വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങൾ 120 മിനിറ്റിൽ നിന്ന് 15 മിനിറ്റായി കുറച്ചു. ഇത്തവണത്തെ അറഫ പ്രഭാഷണം 50 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യും. മദീനയിൽ റൌദ ഷരീഫിലെ സന്ദർശക ശേഷി പ്രതിദിനം 15,000-ൽ നിന്ന് 57,000-ആയി വർദ്ധിപ്പിച്ചതായും ഹജ്ജ് മന്ത്രി പറഞ്ഞു. അതേസമയം അനുമതിയില്ലാതെ ഹജ്ജില്ല എന്ന ക്യാമ്പയിൻ കർശനമായി നടപ്പിലാക്കുകയാണ് സൗദി. പെർമിറ്റില്ലാത്ത 29 പേരെ മക്കയിലേക്ക് കടത്താൻ ശ്രമിച്ച 19 പേരെ സുരക്ഷാസേന കഴിഞ്ഞ ദിവസം പിടികൂടി. 14 സ്വദേശികളും 5 വിദേശികളുമാണ് പിടിയിലായത്. ഇവർക്ക് 1 ലക്ഷം റിയാൽ വരെ പിഴയും തടവുമാണ് ശിക്ഷ. പെർമിറ്റില്ലാതെ ഹജ്ജിനെത്തിയവർക്ക് 20,000 റിയാൽ വീതം പിഴ ചുമത്തി. പിടിയിലായ വിദേശികളെ തടവിന് ശേഷം നാടുകടത്തുകയും 10 വർഷത്തേക്ക് രാജ്യത്ത് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും. നിയമലംഘനത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ കണ്ടുകെട്ടാനും ഉത്തരവുണ്ട്. 24 ജിദ്ദ. കുവൈത്തിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗങ്ങളിൽ ഗൾഫ് പ്രദേശ് കൾച്ചറൽ കോൺഗ്രസിന്റെ സാന്നിധ്യം കരുത്തുറ്റതാക്കുമെന്ന് സംഘാടകർ. പുതിയ മെമ്പർമാരെ സ്വാഗതം ചെയ്ത ചടങ്ങിൽ കൂടുതൽ അംഗങ്ങൾ സംഘടനയിലേക്ക് കടന്നുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. പ്രസിഡന്റ് ചെസിൽ ചെറിയാൻ രാമപുരം, ജനറൽ സെക്രട്ടറി സാം നന്ദിയാട്ട, ട്രഷറർ മുരളി പണിക്കർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മില്യൺ മലയാളി ക്ലബ്ബിൽ ഭാഗമായി ബ്ലഡ് ഡോണേഴ്സ് കേരള UAE ഘടകം. ആപ്പ് രക്തദാന മേഖലയിൽ വലിയ സാധ്യതകൾ തുറന്നിടുന്നതായി UAEയിൽ ഏറ്റവും കൂടുതൽ തവണ രക്തം ദാനം ചെയ്ത മലയാളിയായ ഉണ്ണി പറഞ്ഞു. ക്ലബ്ബ് അംഗങ്ങളും MMCയുടെ ഭാഗമായി. മില്യൺ മലയാളി ക്ലബിന് ലോകമെമ്പാടും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ദിനംപ്രതി നിരവധി പേർ ഈ ക്ലബിൻ്റെ ഭാഗമാകുന്നുണ്ട്, ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, അംഗമാകുന്നുണ്ട്. എനിക്കിപ്പോൾ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ആളാണുള്ളത്. അദ്ദേഹത്തിൻ്റെ സംഘടനയും ഒപ്പം തന്നെ അദ്ദേഹവും സ്പെഷ്യലാണ്. കാരണം UAEയിൽ തന്നെ ഏറ്റവും അധികം തവണ രക്തദാനം ചെയ്തൊരു മലയാളിയാണ് എനിക്കൊപ്പോൾ ഉള്ളത്. ഒന്ന് പരിചയപ്പെടുത്തോ? എൻ്റെ പേര് ഉണ്ണി പുന്നാര. BDK UAEയുടെ ഒരു വളണ്ടിയറാണ്. കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് ഇവിടെ ലൈവായിട്ടുണ്ട് രക്തദാന മേഖലയിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ MMC ആപ്പിലേക്ക് അംഗത്വം എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിലേക്ക് അട്രാക്ട് ചെയ്ത ഘടകങ്ങൾ? തീർച്ചയായിട്ടും നമ്മളെപ്പോഴും രക്തദാന മേഖലയിൽ അത് രക്തദാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിപ്പോൾ കേട്ടോടത്തോളം രക്തദാതാക്കളെ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കാനും അതുപോലെ തന്നെ ആർക്കെങ്കിലും രക്തത്തിൻ്റെ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മലയാളികളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നൊരു ദൗത്യമാണ് ഏറ്റെടുക്കുക. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മളൊക്കെ വേറെ ജോലി ചെയ്യണവരാണ്. നമ്മളൊരു 19ഓളം വളണ്ടിയേഴ്സ് ലൈവായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ദിനംപ്രതി കിട്ടുന്ന ബ്ലഡ് റിക്വസ്റ്റുകൾ എപ്പോഴും ഡോണേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരിൽ ഒതുങ്ങുകയാണ്. അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട്. അതിന് ഇവിടുത്തെ മീഡിയാസൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എപ്പോഴും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സമയമാണല്ലോ, ഡിജിറ്റൽ യുഗമാണല്ലോ. അപ്പോൾ ആപ്ലിക്കേഷനൊക്കെ ആകുമ്പോൾ ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന രക്തത്തിൻ്റെ ആവശ്യങ്ങൾ, അതായത് UAEയിൽ വരുന്ന രക്തത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നമ്മൾ അറിയാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വാളിലൊരു രക്താവശ്യം പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മാത്രമേ അറിയണുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുള്ളവരെ അറിയണുള്ളൂ. ഇതിപ്പോൾ 24 പോലത്തെ ഒരു മാധ്യമത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി വരുമ്പോൾ
ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തുകയാണ്. ഒപ്പം തന്നെ ഈ ആളുകൾക്ക് വീട് നൽകുന്ന പദ്ധതികൾ അതിനകത്തുണ്ട്, ലഹരിമുക്ത ക്യാമ്പയിൻ ഉണ്ട്, അതിനൊക്കെ പറ്റി എന്താ പറയുക? തീർച്ചയായിട്ടും ഇപ്പോൾ 24 എടുത്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഞാൻ ഇതിനെ പറ്റിയിട്ട് പഠിച്ചിരുന്നു, ഇതിനെപ്പറ്റി കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് അടിപൊളിയാണ്. കാരണം ആൾക്കാരിലേക്ക് സഹായം വേണ്ടവരിലേക്ക് സഹായം എത്തിക്കുക. അപ്പോൾ എനിക്ക് പറ്റിയില്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരാളെ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എൻ്റെയും BDKVയുടെയും എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. സ്പെഷ്യലി രക്തദാന മേഖലയിൽ വരുന്ന എന്ത് എമർജൻസി കേസസ് ആയാലും അത് പരിഹരിക്കാൻ 100% നമ്മളെ ഭാഗത്തുനിന്നുള്ള ശ്രമം ഉണ്ടാവും. എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റി അങ്ങനെ വലുതാകുകയാണ്. ഒരുപാട് പേർ ദിനംപ്രതി ഇതിൻ്റെ ഗുണം മനസ്സിലാക്കി, നേട്ടം മനസ്സിലാക്കി, എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി MMC ക്ലബിലേക്ക് ചേരുകയാണ്. ക്യാമറമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന്റെ ആഘോഷത്തിലാണ് UAE-യിലെ ഇൻകാസ് പ്രവർത്തകർ. ഇൻകാസ് ദുബായ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ആഘോഷം നടന്നു. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ആനന്ദമാണ്. UAE-യിലെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. കാത്തുകാത്തിരുന്ന് ലഭിച്ച ഭരണം, അതിനപ്പുറം 11 ദിവസം കാത്തിരുന്നതിനു ശേഷം കിട്ടിയ മുഖ്യമന്ത്രി, അത് അവർ ഏറ്റവും അധികം ആഗ്രഹിച്ച VD സതീശനായതോടുകൂടി വലിയ ആഘോഷത്തിലും ആവേശത്തിലുമാണ് UAE-യിലെ ഇൻകാസ് പ്രവർത്തകർ. ജനഹിതമനുസരിച്ചാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതെന്ന് ഇൻകാസ് നേതാക്കൾ ഓരോരുത്തരും പറയുന്നുണ്ട്. മാത്രമല്ല, പ്രവാസി വിഷയങ്ങളിൽ VD സതീശനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നും ഇവർ പറയുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ഇരുന്നപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയും കേരളത്തിൽ വരാനിരിക്കുന്ന പ്രവർത്തനത്തിന് ഒരുപാട് സൂചനകൾ കൊടുത്തിട്ട് ഒന്നും നടപ്പിലാക്കാത്ത പരിപാടികൾ അദ്ദേഹം എല്ലാം മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. അതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്നുള്ളത് കേരളത്തിൻ്റെ ജനതയ്ക്കറിയാം. കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി ആഗ്രഹിച്ച ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിന് UAE-യിൽ നിന്ന് ഇവിടുത്തെ മലയാളികളുടെ എല്ലാ പിന്തുണയും അറിയിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കും. എന്തായാലും ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി അടുത്തത് സത്യപ്രതിജ്ഞയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങും വലിയ രീതിയിൽ ആഘോഷിക്കാൻ, ഗംഭീരമാക്കാനൊക്കെയും ദുബായ് ഇൻകാസ് തയ്യാറെടുക്കുകയാണ്. ക്യാമറമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റേതാണ് തീരുമാനം. ഐകകണ്ഠേനയാണ് തീരുമാനമെടുത്തതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കസേര മാറുമെങ്കിലും VD സതീശനും പിണറായി വിജയനും കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും നേർക്കുനേറെത്തുകയാണ്. VD സതീശൻ ആദ്യമായി മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ പിണറായി വിജയൻ ആദ്യമായി പ്രതിപക്ഷ നേതാവാകുകയാണ്. 10 കൊല്ലം കേരള മുഖ്യമന്ത്രിയായ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. KN ബാലഗോപാലിന്റെ പേരായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നത്. എന്നാൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നിരയെ നയിക്കട്ടെ എന്ന് CPIM സംസ്ഥാന സമിതി യോഗം തീരുമാനിക്കുകയായിരുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയനെ ഏകണ്ഠമായിട്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം ഏകണ്ഠമായിട്ടാണ് സഖാവ് പിണറായി വിജയനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പ്രയാസപ്പെട്ടതുപോലെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ CPIM പ്രയാസപ്പെട്ടില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. LDFനെ സംബന്ധിച്ചിടത്തോളവും തീരുമാനങ്ങൾ എടുക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറയാറുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് അനുഭവബോധ്യമായിട്ടുണ്ട്. ഓരോ പാർട്ടിയും ഓരോ മുന്നണിയും എങ്ങനെയാണ്, എവിടെയാണ് ഡെമോക്രസിയും യൂണിറ്റിയും ഉള്ളത്, എവിടെയാണ് ഇതില്ലാത്തത്, അതെല്ലാം മനസ്സിലാക്കാൻ കിട്ടിയ അവസരമാണ്. കഴിഞ്ഞ 5 വർഷം പിണറായിയും VD സതീശനും ഏറ്റുമുട്ടുന്നതായിരുന്നു നിയമസഭയിലെ രാഷ്ട്രീയ കാഴ്ച. സംഭവബഹുലമായ ആ രാഷ്ട്രീയ പോര് ഇനിയും തുടരും. 24 തിരുവനന്തപുരം. സമീപകാലത്ത് രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും ഉദ്വേഗഭരിതമായ ദിവസങ്ങൾ. സസ്പെൻസും ട്വിസ്റ്റുകളും നാടകീയതയും നിറഞ്ഞ പൊളിറ്റിക്കൽ ത്രില്ലർ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വരെ നെഞ്ചടിപ്പേറ്റു, ആകാംക്ഷ നീണ്ടു. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ എന്ന പോലെ 11 നാൾ. എന്താണ് ക്ലൈമാക്സിലെ സസ്പെൻസ് എന്ന് കണ്ണു ചിമ്മാതെ കേരളം കാത്തിരുന്ന ദിവസങ്ങൾ. ഇന്ന് പ്രഖ്യാപനമുണ്ടാകുമെന്ന് AICC നേതൃത്വം അറിയിച്ചതോടെ 3-6 എന്ന കാത്തിരിപ്പ്. ആലുവയിലെ വസതിയിൽ നിന്ന് VD സതീശൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചതോടെ അഭ്യൂഹങ്ങൾ. തിരുവനന്തപുരത്തെ വീട്ടിൽ രമേശ് ചെന്നിത്തലയും സന്തോഷവാൻ.
KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തിയതോടെ അതിനിടെ കണ്ണുകളെല്ലാം ഡൽഹിയിലേക്ക്. KC വേണുഗോപാലുമായി നീണ്ട ചർച്ചകൾ. സ്ഥാനാരോഹണമോ അനുനയമോ? കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിമിഷങ്ങൾ എണ്ണി കാത്തിരിപ്പ്. നിരീക്ഷകർക്കൊപ്പം KC ചാർട്ടേഡ് വിമാനത്തിലെത്തിയേക്കുമെന്നും ഇല്ല എന്നും വാർത്തകൾ. മുതിർന്ന നേതാക്കളായ ജയറാം രമേശ്, ദീപാദാസ് മുൻഷി, അജയ് മാക്കൻ, മുകുൾ വാസ്നിക് തുടങ്ങിയവർ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക്. എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപനം പ്രതീക്ഷിച്ച് പ്രവർത്തകർ. രാഹുൽ KC വേണുഗോപാൽ ചർച്ച നീണ്ടതോടെ അത് അനുനയ നീക്കമെന്നായി വിലയിരുത്തലുകൾ. VD സതീശൻ തന്നെ നയിക്കുമെന്ന് അപ്പോഴേക്കും ഏറെക്കുറെ ഉറപ്പിച്ചു. AICC ആസ്ഥാനത്ത് വാർത്താസമ്മേളനമെന്ന് അറിയിപ്പ്. ഖർഗെയുടെ വീട്ടിൽ നിന്ന് നേതാക്കൾ പുറത്തേക്ക്. രാഹുലിന്റെ വസതിയിൽ നിന്ന് KC വേണുഗോപാലും. 24 അക്ബർ റോഡിൽ കൃത്യം 12 മണിക്ക് വാർത്താസമ്മേളനം. 2 മിനിറ്റ് 35 സെക്കൻഡ് മാത്രം നീണ്ട വാർത്താസമ്മേളനത്തിൽ വലിയ ഉത്തരമായി. ന്യൂസ് ഡെസ്ക് 24. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം പൂർത്തിയായതോടെ ലീഗ് മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന ചർച്ചകൾക്ക് വേഗം കൂടി. തർക്കങ്ങളോ വിവാദങ്ങളോ ഇല്ലാതെ മന്ത്രി ചർച്ചകൾ പൂർത്തിയാക്കണമെന്നാണ് ലീഗിന്റെ താൽപര്യം. തിങ്കളാഴ്ച തന്നെ ലീഗ് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞയുണ്ടായേക്കും. ജനഹിതം തിരിച്ചറിഞ്ഞു. ലീഗിന്റെ കൂടി അഭിപ്രായം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉൾക്കൊണ്ടു. കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനു പിന്നിലെ സാഹചര്യം മുസ്ലിം ലീഗ് വായിച്ചെടുക്കുന്നത് ഇങ്ങനെ. ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കണമെന്ന വികാരമാണ് ലീഗ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നിരന്തരം അറിയിച്ചിരുന്നത്. സ്വാഭാവികമാണല്ലോ. AICC ആണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പരിശോധിച്ചുകൊണ്ടിരുന്നു. ഘടകകക്ഷികളുടെ തീരുമാനവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും ഒന്നിലേറെ തവണ അവർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലീഗ് കേരളത്തിലെ പൊതുവികാരമാണ് ഹൈക്കമാൻഡിനെ അറിയിച്ചതെന്നും കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടതല്ലെന്നും പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇനി ലീഗിന്റെ ഊഴമാണ്. മന്ത്രി ചർച്ചകൾ വേഗത്തിലാക്കുകയാണ് നേതൃത്വത്തിന് മുന്നിലെ വെല്ലുവിളി. ലീഗ് പാർലമെന്ററി പാർട്ടി യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, PK ബഷീർ, N ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള, കല്ലട്ര മൈൻ ഹാജി എന്നിവരിൽ 5 പേർക്ക് മന്ത്രി കസേര ലഭിക്കും. ഒരു ക്യാബിനറ്റ് പദവിക്ക് കൂടി വേണ്ടി ലീഗ് അവകാശവാദം ഉന്നയിക്കുമെങ്കിലും അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല. എന്നാൽ UDFനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടിയിലേക്കും ലീഗ് കടക്കാനും സാധ്യതയില്ല. നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. രണ്ടാം മന്ത്രിക്കായി നീക്കങ്ങൾ സജീവമാക്കി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. പാർട്ടി MLA-മാരുടെ യോഗത്തിലാണ് ധാരണയായത്. കക്ഷി നേതാക്കളുടെ യോഗത്തിന് ശേഷമായിരിക്കും വകുപ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്യുക. രണ്ടാം മന്ത്രി ആവശ്യം ശക്തമായി ഉന്നയിക്കാനാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. മത്സരിച്ച 8 സീറ്റിൽ 7 കേരള കോൺഗ്രസ് ജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 1-ൽ കൂടുതൽ മന്ത്രിമാർക്ക് തങ്ങൾ അർഹരാണെന്നാണ് കേരള കോൺഗ്രസ് വാദം. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് രണ്ടാം മന്ത്രി നീക്കം ജോസഫും കൂട്ടരും സജീവമാക്കിയത്. എന്നാൽ ഇക്കാര്യത്തിൽ UDFിൽ നിന്ന് യാതൊരു ഉറപ്പും ലഭിച്ചിട്ടില്ല. മന്ത്രിസ്ഥാനത്തേക്ക് മോൻസ് ജോസഫിനെ നിശ്ചയിച്ചെങ്കിലും രണ്ടാം മന്ത്രിയുണ്ടായാൽ ആരെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശിനു വേണ്ടി മുസ്ലിം ലീഗിനൊപ്പം ശക്തമായി നിലകൊണ്ട പാർട്ടിയാണ് കേരള കോൺഗ്രസ്. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.